ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ 3ാമത്തെ യൂണിറ്റാണ്. എന്താണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിൻ്റെ നെയിം? വാട്ടർ ആൻഡ് സോയിൽ. വാട്ടർ വെള്ളവും സോയിൽ മണ്ണും അല്ലേ. 3ാം ക്ലാസ്സിലെ മറ്റുള്ള സബ്ജക്ട്സ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ എന്താണ്, ഒരു ട്രീ ഉണ്ട് അല്ലേ. ട്രീ, ഒരു ബേർഡും ഒരു ചെടിയും ഉണ്ടല്ലേ. എന്താണ് ഇവരൊക്കെ പറയുന്നത്? ട്രീ എന്താണ് പറയുന്നത്? വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കാറ്ററിങ് ഈസ് എ ഫൺ ഇൻഡീഡ് അല്ലേ. മഴത്തുള്ളികൾ, റെയിൻ ഡ്രോപ്സ് എന്താണ് എൻ്റെ ലീവ്സിൽ ഫാൾ ചെയ്യുന്നത്, വീഴുന്നത് നോക്കാനും അതേപോലെ അതിങ്ങനെ സ്കാറ്റർ ചെയ്ത് തെറിച്ച് പോകുന്നതും കാണാൻ എന്താണ് വളരെ രസമുണ്ടല്ലേ, ഫണ്ണാണെന്ന്, നല്ല രസമുള്ള കാര്യമാണെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ബേർഡ് എന്താണ് ഈ പൊത്തെന്ന് പറയുന്നത്? ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദി റെയിൻ. പെയ്തിട്ട് എന്താണ് ഞാൻ നനയുന്നില്ല. ബിക്കോസ് കാരണം ഐ വാസ് ഇൻ ദിസ് ഹോൾ ഓഫ് ദി ട്രീ. ഞാൻ എവിടെയാണ്? ഈ ഹോളിലാണ്, ഈ പൊത്തിലാണ്, ട്രീൻ്റെ മരത്തിൻ്റെ പൊത്തിലാണ്. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് ഹിയർ. ഇവിടെ എന്താണ്, വളരെ തണുപ്പുണ്ട് അല്ലേ. മഴ പെയ്തത് കൊണ്ട് എന്താണ് ഈ കിളിക്ക് തണുപ്പുണ്ട്, മഴ കൊള്ളുന്നില്ല. ദി സോയിൽ ഈസ് വെറ്റ് ആൻഡ് ഡ്രെഞ്ച്ഡ്. മണ്ണെന്താണ്, സോയിൽ എന്താണ്, നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട്സ് കമ്മിങ്. എനിക്കെന്താണ് ഇപ്പോൾ പുതിയ തളിരുകൾ മുളക്കുന്നതാണെന്ന് പറയാം. ഇവിടെ തന്നെ നോക്കൂ, ഓരോരുത്തർക്കും റെയിൻ എന്താണ് ഓരോ യൂസാണ്, ഡിഫറെൻറ്റ് യൂസാണല്ലേ. ട്രീസിന് എന്താണ് നനയും, ഇതിനെന്താണ് കോൾഡ് ആണല്ലേ. ബേർഡ്സിന് എന്താണ് അത് തണുപ്പ് തരുന്നു. ഇവയ്ക്ക് എന്താണല്ലേ, പ്ലാന്റ്സിനൊക്കെ എന്താണ് പുതിയ ഇലകളും ഫ്ലവേഴ്സൊക്കെ മുളക്കാൻ വേണ്ടിയിട്ട് മഴ സഹായിക്കുന്നുണ്ടല്ലേ. നമ്മൾ ചെടികളൊക്കെ നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ഓരോ യൂസാണ് നമ്മുടെ വാട്ടർ കൊണ്ടല്ലേ, വെള്ളം കൊണ്ട്, റെയിൻ കൊണ്ട്. വാട്ട് ആർ ദി ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദി റെയിൻ അല്ലേ. ആഫ്റ്റർ ദി റെയിൻ, മഴയ്ക്ക് ശേഷം നമ്മുടെ ചുറ്റുപാട്, സറൗണ്ടിങ്സിന് എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ ഡയറിയിൽ എന്തൊക്കെയാണെന്ന് എഴുതാൻ. ദി സോയിൽ വിൽ ബി വെറ്റ് അല്ലേ. സോയിൽ മണ്ണെന്താണ് നനയും അല്ലേ, വെറ്റാവും. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ മണ്ണ് നനയില്ലേ. ദി വെൽ, പോണ്ട് ആൻഡ് റിവർ വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ. വെല്ലും പോണ്ടും റിവർ എന്താണ് മഴ പെയ്തിട്ട് വെള്ളം നിറയും ഇല്ലേ. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നിറയില്ലേ. കിണറും കുളവും പുഴയും എന്താണ് വെള്ളം വന്നിട്ട് നിറയും അല്ലേ. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ വെള്ളം കൊണ്ട് നിറയും. ന്യൂ ലീവ്സ് വിൽ ഗ്രോ ഓൺ ദി ട്രീസ്. ട്രീസില്ലേ, മരങ്ങളിൽ എന്താണ് പുതിയ ലീവ്സ് ഉണ്ടാവും അല്ലേ. പുതിയ ഇലകൾ തളിർക്കും, ഗ്രോ ചെയ്യും, വളരും. മഴ പെയ്തിട്ടാണ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത്, വളരുന്നത് അല്ലേ. വെള്ളം വേണം, അല്ലെങ്കിൽ വെള്ളം നനച്ച് കൊടുക്കണം. ഗ്രാസസ് വിൽ ഗ്രോ ഇൻ ദി സോയിൽ അല്ലേ. മണ്ണിൽ എന്താണ്, സോയിലിൽ എന്താണ് ഗ്രാസ്, പുല്ലുകൾ ഗ്രോ ചെയ്യും, വളരും. വി ഫീൽ കോൾഡ്. നമുക്കെന്താണ് തണുപ്പ് അനുഭവപ്പെടും അല്ലേ. മഴ പെയ്യുമ്പോൾ ഭയങ്കര തണുപ്പല്ല ഉണ്ടാവല്, നല്ല കോൾഡായിട്ട് ഫീൽ ചെയ്യും അല്ലേ. നല്ല തണുപ്പുണ്ടാവും. അതേപോലെ തന്നെ മഴ പെയ്യുമ്പോൾ എന്താണ് മണ്ണ് നനയും, മണ്ണിലുള്ള ഗ്രാസൊക്കെ മുളക്കും, ട്രീസ് വളരും. പോണ്ടിലും വെല്ലിലും റിവറിലൊക്കെ എന്താണ് വെള്ളം നിറയും. ഇത്രയല്ലേ മഴ പെയ്യുമ്പോൾ സംഭവിക്കാറ്. ഡസ് ഇറ്റ് റെയിൻ ആൾ ദി ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ സ്ഥലത്ത് എല്ലാ സമയത്തും മഴ പെയ്യുന്നുണ്ടോ? നോ, ഇല്ല അല്ലേ. ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിലൊക്കെ മഴ പെയ്യാറുള്ളൂ. ഇൻ വിച്ച് മന്ത് ഡു വി ഗെറ്റ് റെയിൻ. ഏതൊക്കെ മാസങ്ങളിലാണ് മഴ പെയ്യാറ് അല്ലേ? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. സി ദി ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് അബൌട്ട് ദി റെയിൻഫാൾ ഇൻ ദി മന്ത് ഓഫ് ജൂൺ ഇൻ കേരളം. കേരളത്തിൽ ജൂൺ മാസത്തിൽ പെയ്യുന്ന മഴയെക്കുറിച്ചിട്ടുള്ള ഹെഡ്ലൈൻസ് ന്യൂസ് പേപ്പറിലുള്ള ഈ ഹെഡ്ലൈൻ നോക്കാനാണ് പറഞ്ഞത്. ഹെവി റെയിൻ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് അല്ലെ. കോഴിക്കോട് ജില്ലയിൽ എന്താണ് ഹെവി റെയിൻ, നല്ല കനത്ത മഴയുണ്ട്. 7 ഡിഗ്രീസ് ഇൻ റെയിൻഫാൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരത്ത് എന്താണ് ഡിഗ്രീസ് ആണല്ലേ, കുറഞ്ഞിട്ടുണ്ട് റെയിൻഫാൾ, മഴ എന്താണ് കുറവാണ്, കുറഞ്ഞിട്ടുണ്ടെന്ന്. അതേസമയം തന്നെ നമ്മുടെ കേരളത്തിലുള്ള മറ്റൊരു ജില്ലയായ കോഴിക്കോട് എന്താണ് നല്ല മഴയാണ്. വേറൊരു ജില്ലയിലെ കേരളത്തിലുള്ള തിരുവനന്തപുരത്ത് എന്താണ് മഴ കുറവാണ് അല്ലേ. ഒരേ സമയം മഴ നല്ലുള്ള സ്ഥലമുണ്ട്, കുറവുള്ള സ്ഥലമുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തും അത് മഴ എന്താണ് വ്യത്യസ്തമാണല്ലേ. നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ മഴ പെയ്യുന്നതും കാണാം, ഒരു സൈഡിൽ ഇങ്ങോട്ട് നോക്കിയാൽ മഴ ഇല്ലാതെയും കാണാറുണ്ട് അല്ലേ. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് റെയിൻഫാൾ അല്ലെ. ഈ റെയിൻഫാൾ, ഈ മഴയുടെ എമൗണ്ടിലുള്ള ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ക്യാൻ വി മെഷർ ദി റെയിൻഫാൾ. ഈ റെയിൻഫാൾ മഴയെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും, അളക്കാൻ കഴിയുമോ? യെസ്, ഓഫ് കോഴ്സ് നമുക്ക് അളക്കാൻ കഴിയും. വി ക്യാൻ സീ വാട്ടർ ഇൻ ദി എംപ്റ്റി വെസൽസ് പ്ലേസ്ഡ് ഇൻ ദി കോർട്ട്യാർഡ് ആഫ്റ്റർ ദി റെയിൻഫാൾ. റെയിൻഫാളിലെ മഴയ്ക്ക് ശേഷം എന്താണ് നമ്മുടെ കോർട്ട്യാർഡിൽ, മുറ്റത്തൊക്കെ ഉള്ള വെസൽ, എന്തെങ്കിലും ഒരു എംപ്റ്റി പാത്രങ്ങൾ എന്താണ് വെള്ളം കൊണ്ട് നിറഞ്ഞത് കാണാറുണ്ടല്ലേ. അല്ലേ, വെള്ളം അതിൽ കാണാറുണ്ട്. ഓരോ ചിരട്ട അങ്ങനത്തെ പാത്രങ്ങളൊക്കെ മുറ്റത്തുള്ളതിൽ എന്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാറുണ്ട് ഇല്ലേ. ദി വാട്ടർ ഇൻ ദി വെസൽ ഇൻഡിക്കേറ്റ് ദി എമൗണ്ട് ഓഫ് ദി റെയിൻഫാൾ. ആ വെസൽ, ആ പാത്രത്തിലുള്ള വെള്ളം എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു? എത്ര റെയിൻഫാൾ ഉണ്ട് എന്നുള്ള, അതിൻ്റെ എമൗണ്ടിനെ എത്ര ഉണ്ട്, എത്രത്തോളം മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. നല്ല മഴ പെയ്യുകയാണെങ്കിൽ ആ പാത്രം നിറഞ്ഞിട്ടുണ്ടാവില്ലേ. കുറച്ച് പാറ്റലൊക്കെ ഉള്ളെങ്കിൽ അതൊന്ന് ചെറിയ തുള്ളികളെ അതിലുണ്ടാവുകയുള്ളൂ അല്ലേ. ക്യാൻ ബി മെഷർ ദി വാട്ടർ. നമുക്ക് ഈ വാട്ടർ, വെള്ളം മെഷർ ചെയ്യാൻ കഴിയും. യെസ്, കഴിയും. ഷാൾ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫാൾ അല്ലേ. മഴ അളക്കാൻ എന്താണ് മെഷർ ചെയ്യാൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ? ഉണ്ടാക്കാമല്ലേ. ഒരു ഇൻസ്ട്രുമെൻ്റാണ് റെയിൻ ഗോജ്. ദി റെയിൻ ഗോജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫാൾ അല്ലേ. മഴ അളക്കാൻ വേണ്ടിയിട്ടുള്ള, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, ഉപകരണമാണ് റെയിൻ ഗോജ്. ഹൗ ക്യാൻ വി മേക്ക് ദീസ്. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാം? റെയിൻ ഗോജ് ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമായ സാധനങ്ങൾ, മെറ്റീരിയൽസ് നീഡഡ് എന്തൊക്കെയാണ്? ഗ്ലാസ് ബോട്ടിൽ വേണം, ഫണൽ വേണം, ഒരു സ്കെയിലും വേണം. ഹൗ ടു മേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫിക്സ് ദി സ്കെയിൽ ടു ദി ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ചതുപോലെ എന്താണ് സ്കെയിൽ ഫിക്സ് ചെയ്യുക. എവിടെ? ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ അടുത്തായിട്ട് ഇതായി ഇങ്ങനെ ഫിക്സ് ചെയ്യുക. പ്ലേസ് ദി ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദി ഗ്ലാസ് ബോട്ടിൽ. ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ ടോപ്പിൽ, മുകളിലായിട്ട് ഈ ഫണൽ അല്ലേ,
നമ്മളെ കാളം അല്ലെ വെളിച്ചെണ്ണ ഒക്കെ പാരുന്ന കാളില്ലേ അതേപോലത്തെ ഫണൽ. ഈ ഫണൽ എന്താണ് ഇവിടെ ടോപ്പിലായിട്ട് വെക്കുക. ഫിക്സ് ദി ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട് സൈഡ് അല്ലേ, പുറത്തൊരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത്. ഇവിടെ വെക്കുക, മഴയൊക്കെ കൊള്ളാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കണം അല്ലേ, നമുക്ക് മഴയുടെ അളവ് അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ബോട്ടിൽ വെക്കുക. നോട്ട് ഔട്ട് ദി വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. ഓരോ ഇൻ്റർവെൽസിലും ഓരോ ടൈമിലും നിങ്ങൾ വന്നിട്ട് എന്താണ് അതിൻ്റെ വാട്ടർ ലെവൽ എത്രത്തോളം വെള്ളം ഇതിൽ വീണിട്ടുണ്ട്, എത്രത്തോളം അളവായിട്ടുണ്ട് എന്നുള്ളത് വന്ന് നോക്കുക അല്ലേ. നമുക്കെന്താണ് മഴ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം, ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കാനാണല്ലേ, ഉണ്ടാക്കുകയാണല്ലേ. അപ്പോൾ റെയിൻ ഗാജ് ഉണ്ടാക്കാം. റെയിൻ ഗാജ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെയിൻ ഗാജ്, മഴ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം. അതായത് അപ്പോൾ മഴ കൊള്ളണമെങ്കിൽ നമ്മൾ പുറത്ത് വെക്കണം അല്ലേ. ഇതുപോലത്തെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം അല്ലേ, എന്നാലും മഴ കാണാൻ കഴിയുള്ളൂ. അളക്കാൻ എന്താണ് ഒരു സ്കെയിൽ വേണം. മഴത്തുള്ളികൾ ഇതിലേക്ക് ശേഖരിക്കാൻ ഒരു ഫണലും വേണം അല്ലേ. ഇപ്പോൾ മഴത്തുള്ളികൾ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഇതിലേക്ക് വരും. അപ്പോൾ ഇത്ര അളവായാലും നമുക്ക് സ്കെയിലിൽ എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ കഴിയും അല്ലേ. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എത്രയാണ് അളവായത് നോക്കിയാൽ നമുക്ക് എത്രത്തോളം മഴ പെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും അല്ലേ. നല്ലോണം മഴ പെയ്യാണെങ്കിൽ ഈ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ടാകും, കുറച്ചൊക്കെ പാറ്റിട്ടുള്ളെങ്കിൽ ചെറിയ ഡ്രോപ്സുകൾ ഉണ്ടാവുകയുള്ളൂ അല്ലേ. മേക്ക് എ റെയിൻ ഗാജ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ഇതുപോലത്തെ ഒരു റെയിൻ ഗാജ് ഉണ്ടാക്കാൻ. ആൻഡ് മെഷർ ദി റെയിൻഫാൾ ഈച്ച് ഡേ ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ ബിലോ. താഴെ തന്നിട്ടുള്ള ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞ പോലെ റെയിൻഫാൾ ഓരോ ദിവസവും നിങ്ങൾ മെഷർ ചെയ്യുക. അളവ് ഓരോ ദിവസം എത്രത്തോളം മഴ പെയ്തിട്ടുണ്ടെന്ന് ഡേറ്റ് ചെയ്തുക. റെയിൻഫാൾ റിസീവ്ഡ് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ റെയിൻഫാൾ, എത്ര കിട്ടിയില്ലേ, സ്കെയിലിൽ അളവ് ഉണ്ടാവും, 1 സെൻറ്റിമീറ്റർ ആണോ 2 സെൻറ്റിമീറ്റർ ആണോ, എത്രയാണ് കിട്ടിയത്, ഓരോ ദിവസം നിങ്ങൾക്ക് കിട്ടിയ അളവുകളും ഇതിൽ എഴുതുക. റിമെമ്പർ ടു നോട്ട് ഡൗൺ ദി എമൗണ്ട് ഓഫ് റെയിൻഫാൾ റിസീവ്ഡ് ഈച്ച് ഡേ ഓൺ ദി ക്ലാസ് ബുള്ളറ്റിൻ ബോർഡ്. ക്ലാസ് ബുള്ളറ്റിൻ ബോർഡിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റെയിൻഫാൾ എത്രയാണ് കിട്ടിയതെന്നുള്ള എമൗണ്ട് നോട്ട് ചെയ്യണം, എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന്. വിച്ച് ഡേ ഹാസ് ദി ഹയസ്റ്റ് റെയിൻഫാൾ, ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. വിച്ച് ഡേ ഹാസ് ദി ലോവസ്റ്റ് റെയിൻഫാൾ, ഏത് ദിവസമാണ് ഏറ്റവും കുറച്ച് മഴ ലഭിച്ചത്, ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏത് ദിവസമാണ്. ഈസ് ദർ എ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ആൾ, അല്ലേ. ഏതെങ്കിലും ദിവസമുണ്ടോ മഴ തീരെ ലഭിക്കാത്ത ദിവസമുണ്ടോ. ചില ദിവസം മഴ പെയ്യുന്ന ദിവസം ഉണ്ടാവും, മഴ പെയ്യാത്ത ദിവസം ഉണ്ടാവും. ചില ദിവസം എന്താണ് നല്ല മഴ പെയ്യുന്ന ദിവസം ഉണ്ടാവും, ചില ദിവസം കുറച്ച് പാറ്റൽ മഴ പെയ്യുന്ന ദിവസം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാനാണ് പറഞ്ഞത്. എ റെയിൻ ഗാജ് ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ടുള്ള റെയിൻ ഗാജ്. മേക്ക് എ റെയിൻ ഗാജ് അറ്റ് ഹോം, നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഇതുപോലത്തെ റെയിൻ ഗാജ് ഉണ്ടാക്കുക അല്ലേ. മഴ അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ, ഒരു ഉപകരണമാണ് റെയിൻ ഗാജ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലേ ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട്, അതാണ് റെയിൻ ഗാജ്. മഴ എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ട്. Write the amount of rainfall received each day in your environmental science diary. Present your findings. ഇതാ നിങ്ങളുടെ ഡയറിയിൽ, നിങ്ങൾ ബുക്കിൽ എന്താണ് ഇത് എത്രത്തോളം മഴ ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ. Where does the rain water go? എവിടേക്കാണ് ഈ മഴവെള്ളം പോകുന്നത്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ മഴയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ, ഇങ്ങനെ വന്ന് മണ്ണിലേക്ക് നമ്മുടെ സോയിലേക്കാണ് പോകുന്നതല്ലേ. എന്നിട്ട് സോയിൽ എന്താണ് അത് അബ്സോർവ് ചെയ്തിട്ട് താഴോട്ട് അങ്ങനെ പോകും അല്ലേ. Where does the rain water go after the rainfall? അല്ലേ, ഈ മഴ പെയ്തതിന് ശേഷം ഈ റെയിൻ വാട്ടർ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്. Let us do an activity. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. Picture 1, Picture 2. Fill dry soil in a plastic bottle. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇട്ടോ, അതിലെന്താണ് ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ മണ്ണ് എടുക്കുക. മേക്ക് എ ഹോൾ അറ്റ് ദി ബോട്ടം ഓഫ് ഇറ്റ്, അതിൻ്റെ ബോട്ടം താഴത്തായിട്ട് ഒരു ഹോൾ, ഒരു ഓട്ട ഇടുക. യൂസ് ദി ഒബ്ജക്റ്റ് ഇൻ പിക്ചർ 2 ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദി സോയിൽ ഇൻ ദി ബോട്ടിൽ ഓഫ് പിക്ചർ 1. യൂസ് ദി ഒബ്ജക്റ്റ് ഇൻ പിക്ചർ 2, ഈ പിക്ചർ 2ലുള്ള ഒബ്ജക്ട്സ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ എന്തൊക്കെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, വാട്ടർ, നീഡിൽ, ഇതൊക്കെ യൂസ് ചെയ്യുക. ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദി സോയിൽ ഇൻ ദി ബോട്ടിൽ ഓഫ് പിക്ചർ 1. പിക്ചർ 1ലുള്ള ബോട്ടിലുള്ള സോയിലില്ലേ, മണ്ണിന് എന്ത് കിട്ടാൻ, റെയിൻ കിട്ടാനില്ലേ, വെള്ളം കിട്ടാൻ ഇതിലുള്ള ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യണം. അതായത് മണ്ണുള്ളൂല്ലേ ഇതിലിവിടെ എന്താണ് വാട്ടറും നീഡിലും പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഈ മണ്ണിന് എന്താണ് വെള്ളം കിട്ടണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യണം അല്ലേ. വാട്ട് ഹാപ്പൻസ് ടു ദി വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദി സോയിൽ. നമ്മളെന്താണ് ഈ വാട്ടർ എടുത്തിട്ട് പിക്ചർ 2ലുള്ളത് എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞില്ലേ, ഈ മണ്ണാണ് ഇതിലുള്ളതില്ലേ, ഒരു ബോട്ടിൽ എന്താണ് മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്താണ് ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് ഈ വെള്ളം മണ്ണിൽ തട്ടിയില്ലേ, അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്, നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത്. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡോ പിക്ചേഴ്സ് 2, പിക്ചറും വരയ്ക്കുക. ഇതെന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. വെള്ളം ഇങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, മണ്ണ് നനയുമല്ലേ, മണ്ണ് നനഞ്ഞിട്ട് എന്ത് സംഭവിക്കും, വെള്ളം എന്താണ് ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകില്ലേ, സിങ്ക് ചെയ്യും. ദാറ്റ് വാട്ടർ സിങ്സ് ഇൻ ടു ദി സോയില്ലേ, മണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകും. നിങ്ങൾ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് മണ്ണ് നിറക്കുക, അതിലെന്താണ് വാട്ടർ എടുത്തിട്ട് ഒഴിച്ച് നോക്കുക, അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക കേട്ടോ. വാട്ടർ സോഴ്സസ്, വെള്ളത്തിൻ്റെ സോഴ്സ്, അതായത് ജലസ്രോതസ്സുകൾ. വെള്ളം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, സോഴ്സ് എവിടെയാണ്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടാറ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടാറില്ലേ, കിണറിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട് അല്ലേ, കുളത്തിൽ നിന്ന്, പോണ്ടിൽ നിന്ന്, റിവറിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ നമുക്ക് വെള്ളം കിട്ടാറുണ്ട്. അങ്ങനത്തെ സോഴ്സസ്, ആ ജലം എവിടെ നിന്നാണ് കിട്ടുന്നത്, അതാണ് സോഴ്സസ്, വാട്ടർ സോഴ്സസ്, ജലസ്രോതസ്സുകൾ. ഇവിടെ നിന്നാണ് ഒരു കുട്ടി പറയുന്നത്, ദി വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. എൻ്റെ വീട്ടിലുള്ള വെല്ല്, കിണറിൽ എന്താണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി എന്താ പറയുക, ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ബോർവെൽ. എൻ്റെ വീട്ടിൽ എന്താണ് ബോർവെൽ ആണുള്ളത്. അതായത് നമ്മളെ കുയൽ കിണറില്ലേ, ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ കുയൽ കിണർ പോലത്തെ കിണർ ഇങ്ങനെയാണ്, ഇങ്ങനെ പരന്നിട്ട് വെള്ളം ഇങ്ങനെ ഉണ്ടാവും നമ്മളെ വീട്ടിലുള്ളത്. കുയൽ കിണറുകൾ ഇങ്ങനെ താഴോട്ട് നമുക്ക് കാണാൻ കഴിയില്ല, വെള്ളം ഇങ്ങനെ കുയൽ കുഴിച്ചിട്ടുണ്ടാക്കുന്നതാണ്. വി കനോട്ട് സീ ദി വാട്ടർ ലെവൽ ഇൻ ഇറ്റ്, അതിലെ വെള്ളത്തിൻ്റെ അളവ് എന്താണ് നമുക്ക് കാണാൻ കഴിയില്ല. അത് മണ്ണിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കുഴിച്ച് കുയൽ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കുയൽ കിണർ.
ദി പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗീവ്സ് അസ് വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസസ്. അല്ലെ, ഫാമിങ്ങിന്, കൃഷിക്കും നമ്മുടെ വീട്ടു ആവശ്യങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? പോണ്ടിൽ നിന്നാണ്, ഫാം ലാൻഡിലുള്ള പോണ്ടിൽ നിന്നാണ് കിട്ടുന്നത്, കുളത്തിൽ നിന്നാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫ്രം യുവർ ഹോം? നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? റൈറ്റ് ഡൗൺ, എഴുതി നോക്കൂ. അല്ലേ, ഇവിടെ ഓരോരുത്തർക്കും ഇല്ലേ, ഒരാൾക്ക് കിണറിൽ നിന്നാണ്, ഒരാൾക്ക് എന്താണ് ബോർവെല്ലിൽ നിന്നാണ്, കിണറിൽ നിന്നാണ്, ഒരാൾക്ക് പോണ്ടിൽ നിന്നാണ്. അതന്നെ, അതായത് ഡിഫറെൻറ്റ് സോഴ്സസ് ആണല്ലേ ഓരോരുത്തർക്കും വെള്ളം കിട്ടുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? അല്ലേ, വെല്ല് കിണറിൽ നിന്നും പോണ്ടിൽ നിന്നും അല്ലെ റിവറിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ബോക്സിൽ എന്താണ് വാട്ടർ സോഴ്സ് തന്നിട്ടുണ്ട്. വെള്ളം കിട്ടുന്നത് കിണർ പോലത്തെ ഒരു സാധനം തന്നെ, വെള്ളം കിട്ടുന്ന സോഴ്സ്, വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഒരു പണ്ട് കാലത്ത് വെള്ളം കിട്ടിയിരുന്ന രണ്ട് സാധനങ്ങളാണ് സുരംഗ ആൻഡ് കേണി. ദി മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ് ദാറ്റ് ആർ ജസ്റ്റ് ഇനഫ് ഫോർ എ പേഴ്സൺ ടു വാക്ക് ത്രൂ. ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു ടണൽ ഉണ്ടാക്കുക. ആൻഡ് ടു ബ്രിങ് ഗ്രൗണ്ട് വാട്ടർ ഔട്ട്സൈഡ് ഈസ് കാൾഡ് സുരംഗ. എന്നിട്ട് എന്താണ് ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നത്, താഴെയുള്ള വെള്ളം എടുക്കുന്നത്, പുറത്തേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ സുരംഗ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ഏജസ് ടു കളക്ട് വാട്ടർ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ആൻഡ് സം പാർട്സ് ഓഫ് കർണാടക. ഇതെന്താണ്, വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ മെത്തേഡ് കാസർഗോഡ് ജില്ലകളിലും കർണാടകയുടെ ചില പാർട്സിലും ചില ഭാഗങ്ങളിലും ഉപയോഗിച്ചിരുന്നു. ദി വേർഡ് കേണി മീൻസ് വെൽ. കേണി എന്ന് പറഞ്ഞ വേർഡിന്റെ എന്താണ് അർത്ഥമാക്കുന്നത്? വെൽ, കിണർ തന്നെയാണ്, കിണർ പോലെ തന്നെയാണ്. കേണി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിംഗ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദി എർത്ത്. കേണി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയത്? ബൈ ഇൻസേർട്ടിംഗ് ഹോളോഡ് വുഡ്, അല്ലെ, ലാർജ് ട്രീസിന്റെ വലിയ മരങ്ങളുടെ തടികൾ, മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, ഇൻസേർട്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയത്? കേണി ഉണ്ടാക്കിയത്. കേണി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽ ഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിണറിന്റെ പോലെ കോരി എടുക്കൊന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് വെസലിന്റെ സഹായത്തോടെ നമുക്ക് വെള്ളം എടുക്കാം. അത്ര ഡീപ്പുള്ള, അധികം ഡീപ്പൊന്നും ഇല്ല, താഴേക്ക് ഡീപ്പില്ല, വെള്ളം ഇവിടുന്ന് തന്നെ എടുക്കാൻ കഴിയും. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരളം. അത് ഇപ്പോഴും കേരളത്തിലുള്ള ചില ട്രൈബൽ ഗ്രൂപ്പ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആദിവാസികൾ ഇപ്പോഴും അവിടെ ഇതുപോലത്തെ കേണികൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ കിണറുകളാണ്, വെള്ളാണല്ലേ ഉള്ളത്. പണ്ടുള്ള രണ്ട് ജലസ്രോതസ്സുകളാണ് സുരംഗ ആൻഡ് കേണി. കേണി ഇപ്പോഴും എവിടെയുണ്ട്? നമ്മുടെ ആദിവാസികളൊക്കെ ഇങ്ങനത്തെ കേണി യൂസ് ചെയ്തിട്ടാണ് വെള്ളം എടുക്കുന്നത്. വാട്ടർ ഫോർ ലൈഫ്, അല്ലേ, നമുക്ക് ജീവിക്കാൻ വെള്ളം ആവശ്യമാണല്ലേ. ഒബ്സർവ് ദി പിക്ചർ. ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യൂ, നിരീക്ഷിച്ച് നോക്കൂ. ദീസ് ക്രിയേച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദി പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വാട്ട് ആർ ദേ? ഈ ക്രിയേച്ചേഴ്സ് എന്തിനാണ് വെള്ളം യൂസ് ചെയ്യുന്നത് ഈ പോണ്ടിൽ നിന്ന്? അല്ലേ, ഓരോരുത്തർക്കും ഓരോ പർപ്പസാണ്, ഓരോ യൂസ് ആണല്ലേ. എന്തൊക്കെയാണത്? അല്ലേ, എലിഫൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്, ഡ്രിങ്ക് വാട്ടറിന് വേണ്ടിയിട്ടാണ്, വാട്ടർ ഡ്രിങ്ക് ചെയ്യാനാണ് അല്ലേ. നമ്മുടെ ഫ്രോഗും ഫിഷും ക്രോക്കഡൈലും ഒക്കെ എന്തിനാണ് വെള്ളം യൂസ് ചെയ്യുന്നത്? ഡ്രിങ്ക് ചെയ്യാൻ, കുടിക്കാനുണ്ട്. അതേപോലെ തന്നെ അവരുടെ വാസസ്ഥലമാണല്ലേ, അവരിവിടെയാണ് ജീവിക്കുന്നതല്ലേ, ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ യൂസ് ആണല്ലേ. കംപ്ലീറ്റ് ദി ടേബിൾ. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ക്രിയേച്ചറിൻ്റെ നെയിമും ദി യൂസ് ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ ഉപയോഗവും, ക്രിയേച്ചേഴ്സും അവ എന്തിനാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്, വെള്ളം യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ദി യൂസ് ഓഫ് വാട്ടർ, അല്ലേ, വെള്ളത്തിൻ്റെ ഉപയോഗം. ഫിഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാട്ടറിലെ സ്വിമ്മിലെ, നീന്താനും, ബ്രീത്ത്, ശ്വസിക്കാനും, ലീവ് ചെയ്യാനും. ഇത് താമസം, അതിൻ്റെ വാസസ്ഥലമാണല്ലേ, അതിൻ്റെ ഹാബിറ്റേറ്റ് ആണ്, അത് വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ലീവ് ചെയ്യാനും, ബ്രീത്ത് ചെയ്യാനും, സ്വിം ചെയ്യാനും ഫിഷ് യൂസ് ചെയ്യുന്നുണ്ട്. എലിഫൻറ്റ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വാട്ടർ, അല്ലെ, ഡ്രിങ്ക്, വെള്ളം കുടിക്കാനും, ബാത്തും കുളിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബേർഡ്സ്, കിളികൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡ്രിങ്ക് കുടിക്കാനും, ബാത്ത് കുളിക്കാനും, സ്വിം നീന്താനും യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രോഗ്സിലെ, തവളകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലീവിലെ, അവിടെ ജീവിക്കാൻ അവരുടെ വാസസ്ഥലമാണ്. ബ്രീഡ്, സിമ്മ് നീന്താൻ, ബ്രീഡിലെ, മുട്ടയിടാൻ. ഇൻസെക്ട്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡ്രിങ്ക് കുടിക്കാൻ, ലേസ്, എഗ്സ് ലേ ചെയ്യാൻ, അതായത് മുട്ടയിടാൻ വേണ്ടിയിട്ട്. ആനിമൽസ് എന്തിനാണ്? ഡ്രിങ്ക് വാട്ടർ, ഡ്രിങ്ക് ചെയ്യാൻ, കുടിക്കാൻ വേണ്ടിയിട്ട്. കൂൾ ഡൗൺ, അല്ലേ, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുളിക്കാറുണ്ടല്ലേ. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്, നിങ്ങളുടെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ എഴുതാൻ. വാട്ട് പർപ്പസസ് ഡു വി യൂസ് വാട്ടർ ഫോർ? നമ്മൾ എന്തിനൊക്കെയാണ് വാട്ടർ, വെള്ളം ഉപയോഗിക്കുന്നത്? ആനിമൽസ് യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെയാണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ഡ്രിങ്കിങ്, അല്ലേ, വെള്ളം കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ബാത്തിങ്, കുളിക്കാൻ. ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, അല്ലെ, കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ. ഫോർ ഫാക്ടറി യൂസസ്, ഫാക്ടറികളിൽ എന്താണ് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ വാഷിംഗ് ക്ലോത്ത്സ് ആൻഡ് പ്ലേറ്റ്സ്, അല്ലേ, അലക്കാൻ വേണ്ടിയിട്ടും പാത്രം കഴുകാൻ വേണ്ടിയിട്ടും വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും അതേപോലെ തന്നെ ക്രിയേച്ചേഴ്സിനും, ആനിമൽസിനും, ബേർഡ്സിനും എല്ലാവർക്കും വെള്ളം ഒരുപാട് യൂസസ് ചെയ്യുന്നുണ്ടല്ലേ, ഉപകാരപ്രദമാകുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? ഡിസ്കസ് ആൻഡ് റൈറ്റ്. അല്ലെ, എന്ത് സംഭവിക്കും നമ്മുടെ മനുഷ്യന്മാർക്കും ആൻഡ് അതർ ലിവിങ് തിങ്സ്, ബാക്കിയുള്ള ലിവിങ് തിങ്സിനും ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അല്ലേ, വെള്ളം ഇതുപോലെ നമ്മുടെ ഭൂമിയൊക്കെ വറ്റി വരളും, അല്ലേ. ആവശ്യമുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുടിക്കാനും കുളിക്കാനും ഒന്നും വെള്ളം ഉണ്ടാവില്ല, അല്ലേ. മരങ്ങളൊക്കെ ഉണങ്ങി നശിക്കും, അല്ലേ, വെള്ളമില്ലാതെ ഉണങ്ങിപ്പോകും. ദി എർത്ത് വിൽ ബിക്കം ഡ്രൈ. നമ്മുടെ എർത്ത് ഭൂമി ഡ്രൈ ആവാൻ സാധ്യതയുണ്ടല്ലേ, വറ്റി വരളും, വെള്ളം കിട്ടാതെ വറ്റി വരളാൻ സാധ്യതയുണ്ട്. ദർ വിൽ ബി നോ വാട്ടർ ടു ഡ്രിങ്ക്, നമുക്ക് കുടിക്കാൻ വെള്ളമില്ലാതെയാകും. ദർ വിൽ ബി നോ വാട്ടർ ഫോർ ബാത്തിങ്, നമുക്ക് കുളിക്കാൻ വെള്ളമില്ലാതെയാകും. ഫാംസ് വിൽ ഡിസ്ട്രോയില്ലേ, ഫാംസ്, കൃഷിയും കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോകും.
ഫാക്ടറീസ് വിൽ ഹാവ് ടു ബി ക്ലോസ്ഡ്. ഫാക്ടറീസ് ഒക്കെ എന്താണ് പൂട്ടിയിടേണ്ടി വരും അല്ലേ വെള്ളമില്ലാതെ. വി കാൺ വാഷ് ക്ലോത്ത്സ്. നമ്മുടെ വസ്ത്രങ്ങളൊന്നും അലക്കാനൊന്നും കഴിയാതെ വരും. ഈവൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ വിൽ ഡൈ. ആനിമൽസും ഹ്യൂമനും മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് അല്ലേ. വെള്ളമില്ലെങ്കിൽ നമുക്ക് എന്താണ് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. വെള്ളമില്ലാതെ നമ്മളും എന്താണ് ആനിമൽസൊക്കെ എന്താണ് മരിച്ചു പോകാൻ, പ്ലാന്റ്സൊക്കെ ഡൈ ആവാൻ സാധ്യതയുണ്ട്. വെള്ളമില്ലെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ജീവിക്കാനും വരെ കഴിയാതെയാകുമല്ലേ. നമ്മളെല്ലാവരും മരിച്ചു പോകും. അപ്പോൾ നമ്മളെന്താണ് വാട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ വെള്ളം അനാവശ്യമായിട്ട് ചിലവാക്കരുത്. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് അല്ലേ. വെള്ളം പായാക്കരുത്, വേസ്റ്റ് ആക്കരുത്. വാട്ടർ പൈപ്പ് ബേസ്റ്റഡ് ഇൻ ദി സിറ്റി റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു വെള്ളത്തിൻ്റെ പൈപ്പ് എന്താണ് ബേസ്റ്റ് ചെയ്തു, പൊട്ടി. സിറ്റിയിലുള്ള റോഡിൽ എന്താണ് വെള്ളം നിറഞ്ഞു, ഫില്ല് ചെയ്തു. യു ഹാവ് സീൻ ന്യൂസ് ഹെഡ്ലൈൻസ് ലൈക്ക് ദിസ്, ഹാവ് നോട്ട് യു? ഇതുപോലത്തെ ന്യൂസ് ഹെഡ്ലൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. വെള്ളം എന്താണ് ഇങ്ങനെ വേസ്റ്റായി അല്ലേ, അനാവശ്യമായിട്ട് ചിലവാകുന്ന കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് വെള്ളം അനാവശ്യമായിട്ട് ചിലവാകാറ്? ഫോർഗറ്റ് ടു ക്ലോസിങ് പൈപ്സ് വൈൽ ബ്രഷിങ് ആൻഡ് ഷവറിങ്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴും, പല്ലേക്കുമ്പോഴും, ഷവർ ചെയ്യുമ്പോഴും, കുളിക്കുമ്പോഴും എന്താണ് പൈപ്പ് ക്ലോസ് ചെയ്യാൻ, പൈപ്പ് പൂട്ടാൻ മറന്നു പോകാറുണ്ട്. അപ്പം കുറേ വെള്ളം അങ്ങനെ ഒഴുകി പോകില്ലേ, വെള്ളം കുറേ വേസ്റ്റ് ആവുന്നുണ്ട്. എക്സസീവ് യൂസ് ഓഫ് വാട്ടർ വെൻ വാട്ടറിങ് പ്ലാന്റ്സ്. എന്താണ് ചെടി നനയ്ക്കുമ്പോൾ അല്ലേ, പ്ലാന്റ്സിന് വെള്ളം നനയ്ക്കുമ്പോൾ എന്താണ് കുറേ വെള്ളം എടുത്ത് നമ്മൾ നനയ്ക്കാറുണ്ടല്ലേ. ഓസ് ഇങ്ങനെ പിടിച്ചിട്ട് കുറേ വാട്ടർ വേസ്റ്റ് ആക്കാറുണ്ട്, അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കാറുണ്ട്. ആവശ്യത്തിന് വെള്ളം നനയ്ക്കണം. എക്സസീവ് യൂസ്, ആവശ്യത്തിലധികമായിട്ട് എക്സസ് ആയിട്ട് കുറേ വെള്ളം നനയ്ക്കാറുണ്ട്. നോട്ട് ടേണിങ് ഓഫ് ദി മോട്ടർ ആഫ്റ്റർ ദി ടാങ്ക് ഈസ് ഫുൾ. അല്ലേ, നമ്മളെ ടാങ്ക് മോട്ടർ എന്താണ്, മോട്ടർ ഇട്ടിട്ട് ടാങ്ക് നിറഞ്ഞാൽ എന്താണ് വേഗം ഓഫാക്കാറില്ല. മോട്ടർ ഓഫാക്കാതെ കുറേ എന്താണ് വെള്ളം ഇങ്ങനെ ഒഴുകി പോകാറുണ്ടല്ലേ. പെട്ടെന്ന് വേഗം പോയിട്ട് ഓഫാക്കിയില്ലെങ്കിൽ എന്താണ് കുറേ വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട്. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ. ഇങ്ങനെ വെള്ളം വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ കുറേ വെള്ളം, അത് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി. കെയർലെസ് ആയിട്ട് ഒരു ശ്രദ്ധയില്ലാത്ത ടാപ്പ് ഓപ്പൺ ചെയ്യുന്നത് എന്താണ് ഒഴിവാക്കുക അല്ലേ. ശ്രദ്ധയില്ലാതെ ടാപ്പ് ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ ക്ലോസ് ചെയ്യുന്നതൊക്കെ എന്താണ് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അല്ലേ. വെറുതെ ഇങ്ങനെ തുറന്നിട്ടിട്ട് കുറേ വെള്ളം വേസ്റ്റ് ആക്കാതിരിക്കുക. മോട്ടർ ആസ് സൂൺ ആസ് ദി ടാങ്ക് ഈസ് ഫുള്ള്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കഴിയുന്ന അത്ര ടാങ്ക് നിറഞ്ഞാൽ വേഗം എന്താണ് മോട്ടർ ഓഫ് ആക്കുക, ടേൺ ഓഫ് ചെയ്യുക. യൂസ് ലെസ് വാട്ടർ ടു വാട്ടറിങ് പ്ലാന്റ്സിലെ. വെള്ളം നനയ്ക്കാൻ എന്താണ്, ചെടി നനയ്ക്കാൻ എന്താണ് കുറച്ച് വാട്ടർ ഉപയോഗിക്കുക, അതിനാവശ്യമായിട്ടുള്ള വാട്ടർ, ലെസ് വാട്ടർ ഉപയോഗിക്കുക, അനാവശ്യമായിട്ട് എക്സസീവായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഈ വേസ്റ്റിങ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ഇതൊക്കെ എന്താണ് ശ്രദ്ധിച്ച് കെയർ ആയിട്ട് ഇപ്പോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് വെള്ളം വേസ്റ്റ് ആക്കുന്നത് തടയാൻ കഴിയും. വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളത്തിൻ്റെ ശുദ്ധീകരണം. ഹൗ ഡസ് ദി മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദി വെൽ. അല്ലേ, വെള്ളിലെത്തുമ്പം അതായത് കിണറിലെത്തുമ്പോൾ എങ്ങനെയാണ് മഡി റെയിൻ വാട്ടർ ഇല്ലേ, നല്ല ചളി പിടിച്ച റെയിൻ വാട്ടർ എങ്ങനെയാണ് ക്ലീൻ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളമായി മാറുന്നത്? അവിടെ എന്താണ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ടല്ലേ. ഇങ്ങനത്തെ മഡി റെയിനില്ലേ, നല്ല ചളിവെള്ളമൊക്കെ പോയിട്ട് കിണറിലേക്ക് ഒലിച്ചു പോകുന്നത് കാണാറുണ്ട്. പക്ഷേ കിണറിലെത്തുമ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ വെള്ളമാകുന്നത്, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആകുന്നത്? എ പാർട്ട് ഓഫ് ദി റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദി സോയിൽ. അല്ലേ, മഴവെള്ളം എന്താണ്, മഴവെള്ളത്തിൻ്റെ ഒരു പാർട്ട് എന്താണ് മണ്ണിലേക്ക് ഒലിച്ചു പോകുന്നുണ്ട്. ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദി സോയിൽ. അതെന്താണ് ഫിൽറ്റർ ചെയ്യും, മണ്ണിൽ നിന്ന് തന്നെ, മണ്ണിലൂടെ എന്താണ് അത് ഫിൽറ്റർ ചെയ്യും, അതായത് ശുദ്ധീകരിക്കും. ദിസ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദി വെൽ ആൻഡ് അതർ വാട്ടർ റിസോഴ്സസ്. ഇതെന്താവും അല്ലേ, അതെന്താണ് ഗ്രൗണ്ട് വാട്ടർ ആകും. ദെൻ അതെന്താണ്, അത് എവിടെ എത്തും, അത് കിണറിലേക്കും അത് ബാക്കിയുള്ള വാട്ടർ സോഴ്സിലേക്കും, അതായത് ജലസ്രോതസ്സുകളിലേക്കും എത്തും അല്ലേ. ഏതൊക്കെ ജലസ്രോതസ്സുകളുണ്ട് വാട്ടർ സോഴ്സസിലെ? കിണറുണ്ട്, പോണ്ടുണ്ട്, കുളമുണ്ട്, പുഴയുണ്ട് അല്ലേ. അതിലേക്കൊക്കെ എങ്ങനെയാണ് അല്ലേ ഈ മണ്ണിലേക്ക് എത്തിയിട്ട് അതെന്താണ് ഗ്രൗണ്ട് വാട്ടർ ആക്കിയിട്ട് അതെന്താണ് പിന്നെയാണ് അത് ഇതിലേക്കൊക്കെ എത്തുന്നത്. വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദി സോയിൽ. വെള്ളം എന്താവും, ക്ലിയർ ആവും, ശുദ്ധമാകും. അതെന്താണ് മണ്ണിലൂടെ ഫിൽറ്റർ ചെയ്യുമ്പോൾ. ടേണിങ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ. അതായത് മഡി ആയിട്ടുള്ള ചളിവെള്ളം എങ്ങനെയാണ് ക്ലിയർ വാട്ടർ ആക്കുന്നത്, നമുക്കൊന്ന് ക്ലിയർ ആക്കി നോക്കാം അല്ലേ. അതായത് ചെളിവെള്ളം എങ്ങനെ ക്ലിയർ ആയിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാക്കി മാറ്റും അല്ലേ, അങ്ങനെ ഒന്ന് മാറ്റി നോക്കാം. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. എന്താണ് 3 കോക്കനട്ട് ഷെൽസ്, 3 ചിരട്ടകൾ എടുക്കുക. അതിലെന്താണ് 3 ഹോളുകൾ ഇടുക, ഓരോന്നിനും ഓരോ ഹോൾ ഇടുക, ഓട്ടയിടുക. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദി ഹോൾ. ആ ഹോളിൻ്റെ മുകളിലായിട്ട് എന്താണ് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു തുണി, ക്ലോത്തോ വെക്കുക. ഫിൽ ഗ്രാവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദി ഷെൽസ്. ഓരോ ഷെല്ലിലും, ഓരോ ചിരട്ടയിലും എന്താണ് ഗ്രാവൽ, ചിരലും, ഒന്നിലെന്താണ് സാൻഡ്, മണ്ണലും, ഒന്നിലെന്താണ് ചാർക്കോൾ, അതായത് കരി, കോക്കനട്ട് ഷെൽ ചാർക്കോൾ, ചിരട്ടക്കരിയില്ലേ. കോക്കനട്ട് ഷെൽ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ചിരട്ടക്കരി, കരിയും ഇടുക. അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദി പിക്ചർ. പിക്ചറിൽ കാണിച്ച പോലെ എന്താണ് ഒരു ഗ്ലാസിൻ്റെ മുകളിലായിട്ട് അത് അറേഞ്ച് ചെയ്യുക, വെക്കുക. ഗ്ലാസ് വെക്കുക, അതിൻ്റെ മുകളിൽ 3 ചിരട്ടകൾ ഓരോന്നും നിറച്ചിട്ട്, ഗ്രാവലും സാൻഡും കോക്കനട്ട് ഷെൽ ചാർക്കോളും ഓരോന്നിലും ഓരോന്നും നിറച്ചിട്ട് ഇങ്ങനെ വെക്കുക. നൗ പോർ മഡി വാട്ടർ ഇൻ ടു കോക്കനട്ട് ഷെൽ അറ്റ് ദി ടോപ്പ്. ഇനി എന്താണ് ടോപ്പ് നിന്ന് എന്താണ് മഡി ആയിട്ടുള്ള ചളിവെള്ളം എന്താണ് കോക്കനട്ട് ഷെല്ലിലൂടെ പോർ ചെയ്യുക, ഒഴിക്കുക അല്ലേ. നമ്മളെ മഡി വാട്ടർ എടുത്തിട്ട് ഈ കോക്കനട്ട് ഷെല്ലിലൂടെ ഒഴിച്ച് നോക്കും, എന്ത് സംഭവിക്കും അല്ലേ. ഇവിടെ നിന്ന് എന്താണ് ഫിൽട്രേഷൻ നടന്നിട്ട് അത് ശുദ്ധീകരിച്ച വെള്ളമായിട്ടാണ് താഴെ എത്തുക. അതായത് ഈ ഗ്രാവലിലൂടെ ഫസ്റ്റ് എന്താണ്
ചിരലിലൂടെ വെള്ളം പോകും, ചളിവെള്ളം. ദെൻ സാൻഡ്, മണലും ശുദ്ധീകരിക്കും. ദെൻ എന്താണ് ഈ ചാർക്കോൾ, എന്താണ് ഈ ചളിവെള്ളത്തെ ശുദ്ധീകരിച്ചിട്ട് നല്ല പ്യുവർ വാട്ടറായിട്ട് താഴേക്ക് വരുന്നത് കാണാം. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? നിങ്ങൾ എന്താണ് കണ്ടത്? അല്ലേ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല പ്യുവർ വാട്ടർ വരുന്നത് നിങ്ങൾക്ക് കാണാം. ദി സെയിം മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ വാട്ടർ ഇൻ ദി റെയിൻ വാട്ടർ ടാങ്ക്. മഴവെള്ളത്തിൻ്റെ ടാങ്കിൽ എന്താണ് മഴവെള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാറുണ്ട്. ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ചളിവെള്ളം ശുദ്ധീകരിച്ചിട്ട് നല്ല പ്യുവർ വാട്ടറാക്കി മാറ്റാൻ ഇതേ മെത്തേഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഹോംസിലും നമ്മുടെ വീടുകളിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എന്താണ് വ്യത്യസ്ത തരം വാട്ടർ പ്യൂരിഫയേഴ്സ്, അതായത് വെള്ളം ശുദ്ധീകരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം കൺട്രീസ് വിത്ത് സെവർ പ്യുവർ വാട്ടർ ഷോർട്ടേജ്. അതായത് വെള്ളത്തിൻ്റെ ഷോർട്ടേജ്, വെള്ളം അധികം ഇല്ലാത്ത സ്ഥലത്ത്, കൺട്രീസിലെ രാജ്യങ്ങളിൽ എന്താണ് ഈ കടൽ വെള്ളം നമ്മുടെ സീ വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് ഡ്രിങ്കിങ് വാട്ടർ ആക്കി മാറ്റാറുണ്ട്. അതായത് കടലിലുള്ള വെള്ളം ശുദ്ധീകരിച്ചിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ആക്കിയിട്ട് പ്യൂരിഫൈ ചെയ്തെടുത്തിട്ട് കുടിക്കാറുണ്ട്. ദി വാട്ടർ റിസീവ്ഡ് ഇൻ ഹോംസ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സസ് ആൻഡ് പ്യൂരിഫൈഡ്. പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ നിന്ന്, അതായത് വെള്ളത്തിൻ്റെ അതോറിറ്റിയിൽ നിന്ന്, വെള്ളം സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളമല്ലേ വാട്ടർ, അതെന്താണ് നമ്മളെ വീട്ടിലേക്ക് കിട്ടുന്ന വാട്ടർ എന്താണ് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ വാട്ടർ സോഴ്സിൽ നിന്നും പ്യൂരിഫൈഡ് ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ട് അല്ലെ ശുദ്ധിയാക്കിയിട്ടുള്ള വാട്ടറാണ്, ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടാറ്. അതായത് ഇങ്ങനത്തെ ചളിവെള്ളം ശുദ്ധീകരിച്ചിട്ട് എന്താണ് അത് പ്യൂരിഫൈ ചെയ്തെടുത്തിട്ട് നമ്മളെ ക്യാനുകളിലും കുപ്പികളിലും ബോട്ടിൽ വാട്ടറൊക്കെ അല്ലേ, ആ ബോട്ടിൽ വാട്ടറൊക്കെ ഇതേപോലെ ചളിവെള്ളം ശുദ്ധീകരിച്ചിട്ട് പ്യുവർ വാട്ടർ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വാട്ടർ ആൻഡ് സോയിൽ എന്നതിലെ വാട്ടർ എന്ന പാട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സോയിൽ എന്ന ഭാഗവും അതിൻ്റെ സക്സസ് എന്ന ആക്ടിവിറ്റീസും ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.